നമസ്കാരം. നമുക്കറിയാം, വീണ വിജയനെതിരെയുള്ള കേസ് പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചതൊന്നുമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വി ഡി സതീശൻ കണ്ടതിന് ശേഷം ഒറ്റ ദിവസം കൊണ്ട് കെട്ടിച്ചമച്ച കേസുമല്ല. വർഷങ്ങളായി നിലനിൽക്കുന്ന കൃത്യമായ തെളിവുകളുള്ള ഒരു കേസാണ് മാസപ്പടി കേസ്. പ്രതിപക്ഷത്തിരിക്കുന്ന പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ മകൾ വീണ വിജയന്റെ കോടികളുടെ മാസപ്പടി അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ED മിന്നൽ റെയ്ഡ് നടത്തിയ സംഭവം കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ വിഷയത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശനോട് ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും അദ്ദേഹം അതിന് കൃത്യമായ മറുപടി നൽകാതെ വിഷയം മാറ്റി മാന്യമായി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഉടനെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ചിലർ. ദാ കണ്ടോ, സതീശന് മറുപടിയില്ല, സതീശൻ മൗനത്തിലാണ്, സതീശൻ ഇതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞ് ക്യാപ്സ്യൂളുകൾ ഇറക്കാൻ. അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ജനങ്ങളോട് ചോദിക്കാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. പ്രതിപക്ഷത്തിരിക്കുന്ന ധർമ്മടം MLA പിണറായി വിജയന്റെ മകൾ ചെയ്ത അഴിമതിക്ക് വാങ്ങിയ മാസപ്പടിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്തിനാണ് മറുപടി പറയേണ്ടത്? കേന്ദ്ര ഏജൻസിയായ ED നിയമപരമായി നടത്തിയ ഒരു റെയ്ഡിനെ കുറിച്ച് സംസ്ഥാന മുഖ്യമന്ത്രി എന്ത് അഭിപ്രായം പറയാനാണ്? ഇവിടെയാണ് വി ഡി സതീശൻ എന്ന പുതിയ മുഖ്യമന്ത്രിയുടെ ഭരണാധികാര ശൈലി നമ്മൾ കാണേണ്ടത്. രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണുമ്പോൾ എപ്പോഴും അതീവ പ്രാധാന്യമുള്ള, രാജ്യത്തെ ബാധിക്കുന്ന വലിയ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരാറുള്ളത്. അനാവശ്യമായ വിവാദങ്ങൾക്കോ ചെളിവാരി എറിയലുകൾക്കോ അദ്ദേഹം നിൽക്കാറില്ല. ഏകദേശം അതേ മാസ് ശൈലി തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശനും കേരളത്തിൽ കാണിക്കുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനും വികസനങ്ങൾ പ്രഖ്യാപിക്കാനും മാത്രമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത്. അല്ലാതെ ധർമ്മടം MLAയുടെ കുടുംബം നടത്തിയ അഴിമതിക്ക് മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്ന് വിഴപ്പലക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. കാരണം തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ UDF ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പലതും അധികാരത്തിലേറി മണിക്കൂറുകൾക്കകം തന്നെ നടപ്പിലാക്കിക്കൊണ്ട് ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് സതീശൻ ചെയ്യുന്നത്. ഇതുവരെ വളരെ മാന്യമായി തന്നെയാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം ഈ കേസിന്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന്. ചെയ്യാത്ത സേവനത്തിന്റെ പേരിൽ കരിമണൽ കർത്തേണ്ട കമ്പനിയിൽ നിന്നും കോടികൾ മാസപ്പടിയായി വാങ്ങിയത് ധർമ്മടം MLA പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ തന്നെയാണല്ലോ. ആ മകൾ താമസിക്കുന്നത് പിണറായി വിജയന്റെ ഒപ്പമാണ്. അപ്പോൾ പ്രതിയായ വീണയുള്ള ആ വീട്ടിലേക്ക് അന്വേഷണ ഏജൻസിയായ ED റെയ്ഡിനായി എത്തിയതിൽ എന്താണ് തെറ്റ്? ഇതിലെ വലിയ കോമഡി, മുഖ്യമന്ത്രി വി ഡി സതീശൻ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതുകൊണ്ടാണ് പിറ്റേ ദിവസം ED റെയ്ഡ് നടത്തിയതെന്ന് പറയുന്ന അന്തം കമ്മികളുടെ ബുദ്ധിശൂന്യതയാണ്. ഇതിനു മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പിണറായി വിജയൻ എത്രയോ വട്ടം ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയെ സന്ദർശിച്ചിരുന്നു. അപ്പോഴൊന്നും ഇല്ലാത്ത എന്ത് ഡീലാണ് ഇപ്പോൾ ഉണ്ടായത്? കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ അധികാരം ഏറ്റെടുത്തതിന് ശേഷം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കണ്ട് കേരളത്തിന്റെ ആവശ്യങ്ങളും വികസന പദ്ധതികളും ബോധിപ്പിക്കുക എന്നത്, കേന്ദ്രത്തിന്റെ സഹായം തേടുക എന്നതുമൊക്കെ ഒരു മുഖ്യമന്ത്രിയുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. വി ഡി സതീശൻ പോയില്ലെങ്കിൽ പിന്നെ ആരാണ് അങ്ങോട്ട് പോകേണ്ടത്? പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പോകുമോ? അതോ CPMന്റെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പോയി കാണുമോ? തന്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന, ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ മണിക്കൂറുകൾക്കകം പാലിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ വ്യക്തിഹത്യ ചെയ്യാൻ CPM ഇനി നോക്കണ്ട. സ്വന്തം മകൾ ചെയ്ത അഴിമതിയുടെ നാണക്കേട് മറയ്ക്കാൻ ഭരണകക്ഷിയെയും മുഖ്യമന്ത്രിയെയും കുറ്റപ്പെടുത്തുന്ന പിണറായി വിജയന്റെ തന്ത്രം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ യാതൊരുവിധ മറുപടിയും പറയേണ്ട കാര്യമില്ല. അഴിമതിക്കാർ ജയിലിലേക്ക് പോകുമ്പോൾ വി ഡി സതീശൻ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കട്ടെ. മകൾ വീണ ചെയ്ത മാസപ്പടി അഴിമതിക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടി പറയണമെന്ന് പറയുന്ന CPM നേതാക്കളുടെ ഗതികേട് കാണുമ്പോൾ കഷ്ടം തോന്നുന്നു.